നമസ്കാരം. ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ ഇന്ന് 120-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ പോരാട്ടവും അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഖാൻ യുനീസ് കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിയത്. ഹമാസ് തീവ്രവാദികൾ പരമാവധി ചെറുത്തുനിൽപ്പിന് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണം, അവരുടെ നേതാക്കൾ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ വ്യോമാക്രമണത്തിൽ തകർത്തു തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഖാൻ യൂനീസിലെ. പക്ഷേ പല നേതാക്കന്മാരും ഇപ്പോഴും അവിടെ ഒളിവിലുണ്ട് എന്നുള്ള കാര്യമാണ് ശരിക്കും ഇസ്രായേലിനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. കാരണം ഇവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഈ ഖാൻ യൂനീസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം. എവിടെയൊക്കെയാണ് ഇവർ ഭൂഗർഭ തുരങ്കങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 20ഓളം ഹമാസിൻ്റെ പ്രധാന പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഇസ്രായേൽ പുതിയൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിലുടനീളമുള്ള ആരാധനാലയങ്ങളും തീവ്രവാദികൾ തങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. മാത്രമല്ല, ഇവിടെയുള്ള പുരോഹിതന്മാരെ തങ്ങളുടെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരെ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റിക്കാനുമൊക്കെ അവരെ ഉപയോഗിച്ചു എന്നും ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. നേരത്തെ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 20 മാസത്തോളം നടന്ന സമരമാണ് ഇതിനു മുമ്പ് ഇസ്രായേൽ ഇത്രയും ദീർഘകാലം നടത്തിയ ഒരു യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, നേരത്തെ ഇസ്രായേൽ ഈജിപ്റ്റ് സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം 120 ദിവസം തുടർച്ചയായി ഇങ്ങനെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിനെതിരെയല്ല, ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരാണ്. പക്ഷേ ഗാസയിലുടനീളം ഈ ഹമാസ് തീവ്രവാദികൾ അതിശക്തമായ രീതിയിലുള്ള ശൃംഖല തന്നെ, നെറ്റ്വർക്ക് തന്നെ സ്ഥാപിച്ചാണ്, അല്ലെങ്കിൽ ഭൂഗർഭ അറകൾ സ്ഥാപിച്ചാണ് അവർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് ഇസ്രായേലിനെ ഇപ്പോഴും അവരെ പൂർണ്ണമായും കീഴടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ ഇവരുടെ കൂട്ടാളികളായ ഹൂതി ഉപതരും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ പരമാവധി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാനും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരെ ആക്രമിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും ശക്തമായൊരു രാജ്യമായ, ഇത്രയും രഹസ്യ സംവിധാനങ്ങളൊക്കെ ഉള്ള ഇസ്രായേലിന് പോലും ഇത്രയും നാളായിട്ടും ഈ 120 ദിവസമായിട്ട് എന്തുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം മാത്രം അവിടെ അവശേഷിക്കുകയാണ്. ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം. അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഖാൻ യൂനീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.